ഹായ്, ഞാനിന്നൊരു കുറച്ച് ഇറച്ചി ബീഫ് നമുക്കൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ചു, ഒരു പുതിയ രീതിയിൽ. ഓക്കെ, അപ്പം അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു ചേട്ടൻ വയ്ക്കുന്ന കണ്ടതാണ്, അപ്പോൾ അതെനിക്കിഷ്ടമായി, അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. ഓക്കെ, അതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു സിനിമ നടനാണ്, എനിക്ക് പേരറിയില്ല, ഒരു പൊക്കം കുറഞ്ഞൊരു ചേട്ടനാണ്. സിനിമയിലൊക്കെ ഉണ്ട്, കോമഡി ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലേശം എണ്ണ ഒഴിക്കാം. ഓക്കെ, കുറച്ച് എണ്ണ ഈ ഇറച്ചിയുടെ മുകളിലോട്ട് ഒഴിക്കുക. ലേശം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് ഉപ്പ് ഇതും കൂടെ ഇട്ട്, ഇത്രയും മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. അതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. എന്നിട്ട് നമുക്ക് കുക്കറിലോട്ട് ഒരു 2 വിസിലെടുത്തിട്ട് ബാക്കി ചട്ടിയിലോട്ട് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത്, ചെറിയ ഉള്ളി, ഇഞ്ചി. അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നലെ ഷൂട്ടിൽ വന്നായിരുന്നു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളൊക്കെ അത് കണ്ട് കാണും, കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറേശ്ശെ ഇതുപോലെ ഞാൻ ഷൂട്ടിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അരിയിട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, വരാവേ. അപ്പം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചട്ടി ചൂടാക്കാം. നമുക്ക് ഇനി മുളകും കുറച്ച് മല്ലിയും ഫ്രഷായിട്ടുള്ളത് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലതുപോലെ അരയണം, മഷി പോലെ അരയുമെന്ന് പറയുന്ന പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാണിക്കാം. എനിക്കറിയാമെന്ന് അറിയില്ല, ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാനിതൊന്ന് കണ്ടിട്ട് ഇഷ്ടമായി, ഇപ്പോൾ പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്ത് എടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോസ് ഇന്നലെ കണ്ടായിരുന്നോ? ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലും ഞാൻ ഇട്ടായിരുന്നു. കണ്ടായിരുന്നോ എല്ലാവരും? കണ്ടാൽ പോരാ കേട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്യണം, മറന്നു പോരുത്. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പം എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇങ്ങനെ എന്ത് പറ്റി. അപ്പോൾ ഇതിൽ കൂടെ പറയാമല്ലോ, അതാകുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ. മറ്റേത് ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഓരോരുത്തരോടും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എല്ലാവരും കേൾക്കുമല്ലോ, പിന്നെ ചോദിക്കില്ല ആരും എന്ത് പറ്റി ചേച്ചി എന്നൊന്നും ചോദിക്കില്ലല്ലോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, കുക്കറിൽ ഒരു 3 വിസിലെടുത്തായിരുന്നു. ബാക്കി നമുക്ക് ചട്ടിയിൽ വെച്ച് നമുക്ക് വേവിക്കാം. ബാക്കി ചട്ടിയിൽ വെച്ച് വേവിക്കാം, മസാലയെല്ലാം കൂടെ ഇട്ടിട്ട്. ഓക്കെ, ആ സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇത്രയും മതി. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വയ്ക്കാം.
ചട്ടി ചൂടാവട്ടെ കേട്ടോ. അപ്പം ഞാൻ മസാല അരച്ചിട്ട് വന്നായിരുന്നു. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ മല്ലിയും മുളകും ഫ്രഷ്. അപ്പോൾ ഇപ്പോൾ വെണ്ണ പോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല മണമാണ് കേട്ടോ. ഇത് അരച്ചെടുത്തപ്പോഴത്തേക്ക് എന്നാ മണമാണെന്നറിയാമോ? നമ്മളെപ്പോഴും ഫ്രഷായിട്ട് തന്നെ വയ്ക്കണം. പൊടിക്കുന്നതിൽ അത്ര ടേസ്റ്റ് കാണില്ല. എപ്പോഴും മുളകും മല്ലിയും പണ്ടത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണ്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളത്. മുളക്, ഫ്രഷ് മുളക്, മല്ലി ഇതൊക്കെയാണ് അമ്മിക്കല്ല് വെച്ച് അരച്ച് നമുക്ക് പാചകം മീനൊക്കെ ഇറച്ചിയൊക്കെ വെച്ച് തരുന്നത്. എന്ത് ടേസ്റ്റാണെന്നൊക്കെ. ഇപ്പോൾ എല്ലാം പൊടിച്ച് വയ്ക്കുന്നതുകൊണ്ട് അത് അതിൻ്റെതായ ടേസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പോഴും എന്നാ മണമാണ് തുറക്കുമ്പോഴത്തേക്ക്. വെറും മല്ലിയും മുളകും മാത്രമേ വറുത്ത് പൊടിച്ച് അരച്ചുള്ളൂ. എന്ത് മണമാണ്. അപ്പോൾ ആ ഇറച്ചി എന്ത് സ്വാദായിരിക്കുമല്ലേ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളി കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളകും അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് കുക്കറിൽ 3 വിസിലെടുത്തായിരുന്നു. എന്നാലും ഇറച്ചി വേവ് കാണും, വെന്തിട്ടുണ്ടായിരിക്കില്ല. ഇനിയും വേവുണ്ട് കേട്ടോ. അത് ചട്ടി കിടന്നങ്ങ് വേഗട്ടെ. അപ്പം നമുക്കപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാവേ. പിന്നെ പച്ചമുളക്, ഇഞ്ചി തട്ടി കൊടുക്കുക. ലേശം കരിവേപ്പില കൂടെ എടുക്കാം. ലേശം കരിവേപ്പില കൂടെ ഇട്ടേക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഈ മസാല അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇറച്ചിയും കൂടെ ഒന്ന് തട്ടി കൊടുക്കാം ഇതിൻ്റെ കൂടെ. ഓക്കെ. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലങ്ങ് കിടന്ന് ബാക്കി അങ്ങ് വേകുമല്ലോ. ചട്ടി കിടന്ന് വേകേണ്ടതാണ്, പക്ഷേ ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പം കുക്കറിലാകുമ്പോൾ ഒരു 3 വിസിലൂടെ എടുത്തിട്ട് ബാക്കി ഇതിലിട്ട് വേവിക്കാം. മറ്റേതൊക്കെ ചട്ടിയിലിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഓക്കെ. മിക്സി കഴുകി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം നന്നായിട്ട് ഇളക്കാം. നേരത്തെ ഉപ്പൊക്കെ ഇട്ടായിരുന്നല്ലോ നമ്മൾ. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാണുന്നില്ല. ഇത് ഈ ഉള്ളി കിടന്ന് വേഗം കേട്ടോ. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇതിൽ കിടന്ന് വേകട്ടെ. ഓക്കെ. അപ്പം എന്താ പറഞ്ഞേ? ഇപ്പം ഇന്നലെ കുറേ പറഞ്ഞ് വീഡിയോയിൽ നിർത്തിയായിരുന്നല്ലോ അല്ലേ. അപ്പം ഇത് അതിൽ കിടന്ന് വേകട്ട്. പിന്നെ അപ്പം ഉണ്ടാക്കാനുണ്ട്. മാവ് കലക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഓക്കെ. അത് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ പാചകം കൂടെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് കാണിക്കുക. ഓക്കെ. ലൈവായിട്ട് കാണിക്കുക. അപ്പോൾ 6 വർഷം ഞാൻ ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് 6 വർഷം അന്ന്
19-20 വയസ്സിലെങ്ങാണ്ടാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. നല്ല പ്രായത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി കട്ടിലായപ്പോഴത്തേക്ക് മാനസികമായി അങ്ങ് തളർന്നു പോയി. പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കുറേ കാലം എടുത്തു കേട്ടോ എനിക്കിത് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിൽ. കാരണം പെട്ടെന്ന് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി അത് കിടപ്പിൽ ആകുമ്പോഴത്തേക്കുള്ള മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. കാരണം ചിലവർക്കിത് അറിയായിരിക്കും, ഒത്തിരി പേര് ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നെപ്പോലെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വരും ചിലപ്പോൾ അങ്ങനെ. അപ്പം ഉൾക്കൊള്ളാൻ ഒരുപാട് വർഷം എടുത്തു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എന്തോ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റെത്. അതായത് ഒരിടത്തും എനിക്ക് പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടക്കയിലാണ്, എല്ലാം കിടക്കയിലാണ്, എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. അപ്പം എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാര്യവും ചെയ്തു തരും കേട്ടോ. അമ്മമാർക്കേ പറ്റുമോ അങ്ങനെ ചെയ്യാനായിട്ട്. വേറെ ആർക്കും നമുക്ക് ഇത്രയും ആത്മാർത്ഥതയോടെ ചെയ്തു തരില്ല. മനസ്സിലായി. ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക്, ഞാൻ കിടപ്പിലായിരുന്ന സമയത്ത്. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിന് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് ഞാനന്ന് രാത്രിയൊക്കെ ഉറക്കം വരാതെ ഇങ്ങനെ 2 മണി 3 മണിക്കൊക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന്, എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പോൾ, എല്ലാ മനുഷ്യരും. ആ സമയത്ത് ഞാനിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ധാരാധാരായ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓർക്കുമോ എന്തോന്നാണപ്പാ ഇങ്ങനെ ഒരു ജീവിതം, എനിക്ക് പറ്റില്ല എനിക്കിങ്ങനെ കിടക്കാനായിട്ട്. എന്നെ അങ്ങ് എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നത്, എനിക്കിങ്ങനെ ഒരു അവസ്ഥ എന്തിനാ തന്നതെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് യേശുവിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അന്ന് ആ പ്രായം അങ്ങനെയാണ്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ മുന്നമേ എന്നെ യേശുവ കണ്ടിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പള്ളീൻ്റെ അരികിലൊക്കെ ഇരിക്കും റോഡ് സൈഡ്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുകമ്പയൊക്കെ എനിക്ക്, അന്ന് സഹതാപം അവരിലൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കവരെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് അന്നേ എനിക്കുണ്ടായിരുന്നു. അപ്പം മുന്നമേ എൻ്റെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ പള്ളിയിൽ പോകും, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ അവർ പോകുന്ന വഴി കൂടെ നമ്മൾ പോയി. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകുന്ന പോലെ പോകും, ഇത് കഴിയും, വരും. ആ ഒരു ബന്ധമേ അപ്പനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പനെ എനിക്ക് ഇഷ്ടമാണ് അന്നേ. പക്ഷേ എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. എല്ലാവരും പള്ളിയിൽ പോകണം, അതുപോലെ ഞാനും പോകും. എൻ്റെ കൂട്ടുകാർ, എൻ്റെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളുമായിട്ടാണ് എപ്പോഴും പോകുന്നത്. അപ്പം പോകും വരും, അങ്ങനെ ആയിരുന്നു. പക്ഷേ അന്നൊന്നും അപ്പനായിട്ട് ഒരുപാട് അടുപ്പമില്ല. അപ്പനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയില്ല. പക്ഷേ അപ്പൻ്റെ കാര്യം അന്നേ എല്ലാവരും പറയുമ്പോൾ ഞാൻ എപ്പോഴും ചെവി ഓർത്ത് കേൾക്കാറുണ്ട്. ആര് അപ്പനെക്കുറിച്ച് പറഞ്ഞാലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേ ഭയങ്കര ഇഷ്ടമാണ് അപ്പനെക്കുറിച്ച് പറയുന്നതും കഥകൾ കേൾക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തിളയ്ക്കുവാണ് കേട്ടോ. ചെറിയ തീയിലിടാം. മഞ്ഞ തീ കത്തത്, പച്ച തീ കത്തുന്ന തന്നെ പറ്റിയിങ്ങനെ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര അപ്പനോട് കിടന്നിട്ട് ഞാനിങ്ങനെ പറയും, എന്തിനാ അപ്പാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നത്, എന്തിനാ എന്നോടിങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അപ്പനെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ അവസ്ഥ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒരുങ്ങി പോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്, നടന്നു പോകുന്നതൊക്കെ. അപ്പോഴേക്കും ഞാൻ വിചാരിക്കും, എനിക്കിതുപോലെ നടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ, ഇനി എനിക്ക് കഴിയുമോ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത മനസ്സിൽ. അതായത് ആ സമയത്തൊക്കെ നമ്മുടെ നല്ല പ്രായമാണ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു പ്രായമാണ്. ആ സമയത്ത് ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ കുഴിച്ചു മൂടി. അതായത് ഇനി എൻ്റെ ജീവിതത്തിൽ ഇതായിരിക്കും, കട്ടിലായിരിക്കും, ഇനി എനിക്കൊരു ജീവിതമില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല, ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതെല്ലാം കുഴിച്ചു മൂടി ഞാൻ അങ്ങനെ കിടക്കുമായിരുന്നു കട്ടിലിൽ. പക്ഷേ നമ്മുടെ ചിന്തയൊന്നും ദൈവത്തിൻ്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. അപ്പോൾ നമ്മളെക്കുറിച്ച് കരുതലുണ്ട് നമ്മുടെ അപ്പന്. അത് എനിക്കിപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായോ?
ആ സമയത്തൊക്കെ പിന്നെ മനസ്സിലായതിന് ശേഷം എൻ്റെ അപ്പനോട് ഞാൻ സോറിയൊക്കെ പറഞ്ഞു. അപ്പനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ സമയം മുതലാണല്ലോ അപ്പനുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, ആ ചിന്തയിൽ കിടക്കുന്നത്. അപ്പം ബൈബിളൊക്കെ വായിച്ച് തുടങ്ങിയ ആ സമയത്താണ് ബൈബിളൊക്കെ വായിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ് തോന്നി എനിക്ക് ബൈബിൾ വായിക്കണം. അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങിയത്. അപ്പനെ കൂടുതൽ ബൈബിളിൽ കൂടെ മനസ്സിലാക്കാനും അറിയാനും തുടങ്ങിയത്. എന്നെ അപ്പം പഠിപ്പിക്കുമായിരുന്നു. അതായത് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പനെക്കുറിച്ച് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അപ്പനെക്കുറിച്ച് ഇങ്ങനെ അറിയണം, സത്യം അറിയണം, സത്യവഴിയിൽ കൂടെ പോകണമെന്ന് പണ്ടേ എനിക്ക് ആഗ്രഹമുണ്ട്. നേർവഴി പോകണമെന്ന് അപ്പൻ അറിയണമെങ്കിൽ. പലരും വന്നിങ്ങനെ എന്നെ പല പള്ളിക്കാർ, സഭക്കാർ അങ്ങനെയൊക്കെ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇതിൽ വരണം. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും. പിന്നെ എന്തുണ്ടെങ്കിലും എല്ലാവരുടെ മുഖത്ത് നോക്കി പറയും കേട്ടോ. ഒന്നും മനസ്സിൽ വെച്ചിട്ട് വേറൊന്നും പറയില്ല. അപ്പോഴുള്ളത് തുറന്ന് പറയും, ഓപ്പണായിട്ട് ഞാനങ്ങ് പറയും. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓപ്പണായിട്ട് അങ്ങ് പറയും. അപ്പം ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞു, എനിക്കിതൊന്നും ഇഷ്ടമല്ല, എൻ്റെ അപ്പൻ്റെ വഴി നേർവഴി അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയും. എനിക്ക് എൻ്റെ അപ്പം ആ വഴി എനിക്ക് കാണിച്ചു തരും. അല്ലാതെ എനിക്ക് ആരുടെയും സഭയിലും പള്ളിയിലും ഒന്നും എനിക്ക് വരണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ച് ഇങ്ങനെ ആദ്യമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. കഠിനമായ വാക്കുകളാണ്, മനസ്സിലായോ? ഒട്ടും മനസ്സിലാവില്ല. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാവേ. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് നടക്കുമല്ലോ. അപ്പം ബൈബിള് വായിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അപ്പനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയത്, അറിയാൻ ശ്രമിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ ഓരോ കഠിനമായ വാക്കുകളാണ്, അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ചിലത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയും, അപ്പം എനിക്ക് ചില വാക്കുകളൊന്നും ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ബൈബിൾ തുറന്ന് എൻ്റെ മടി വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പറയും, അപ്പോൾ എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, എന്നെ ഒന്ന് പഠിപ്പിച്ചതാ അപ്പാന്ന് പറയും. മനസ്സിലാകാത്ത കാര്യങ്ങൾ തന്നെ ബൈബിൾ നോക്കി സംസാരിക്കും. അപ്പനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ മുതലാണ് ഞാൻ അപ്പനുമായിട്ട് സംസാരിച്ച് തുടങ്ങിയത്. അപ്പം പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് സ്വയം അത് മനസ്സിലാക്കേണ്ട ഒരു ജ്ഞാനവും ബുദ്ധിയും എനിക്ക് തന്നു തുടങ്ങി. അപ്പോൾ ഓരോ വരികൾ നമ്മൾ സാധാരണ വീടുകളിൽ എല്ലാവരുടെയും, ക്രിസ്ത്യാനികളുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ബൈബിളുണ്ട്. പക്ഷേ എല്ലാവരും ഈ പറയുന്ന ഞാൻ പോലും നമ്മൾ വായിച്ച് പോകാറേ ഉള്ളൂ, ഇങ്ങനെ പെട്ടെന്നങ്ങ് വായിച്ചങ്ങ് പോകും. പക്ഷെ അതിൻ്റെ ഓരോ വരികൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അത് അപ്പനാണ് എന്നെ പഠിപ്പിച്ചത് ആ സമയത്ത്. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ പറയുമായിരുന്നു, നീ ഓരോ വരികൾ ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇതെന്താണിത്. അങ്ങനെ ഞാൻ വായിച്ചാണ് ഞാനിതിൻ്റെ മർമ്മങ്ങൾ കണ്ടുപിടിച്ചത്, അതിൻ്റെ സത്യ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമെന്നുള്ളവരടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഒരു ലൈൻ കൃത്യമായിട്ട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എടുത്തു പോകണം. അല്ലാതെ നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. നമ്മൾ വെറുതെ വായിച്ചു പോകാനേ പറ്റൂ. അങ്ങനെയായി ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ അപ്പൻ ജ്ഞാനവും ബുദ്ധി എനിക്ക് കൂടുതൽ തന്നു. അങ്ങനെ എനിക്കത് മനസ്സിലാക്കാൻ കുറേ കഠിനമായ വാക്കുകളുണ്ട് കേട്ടോ. അതിലൊക്കെ മർമ്മങ്ങൾ ഒളിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. ഇപ്പോഴത്തെ ആൾക്കാർ പറയും പുതിയ നിയമമാണ് അവർക്ക് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പുതിയ നിയമം ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു പുതിയ നിയമം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ LKG UKG കൊണ്ടാക്കുന്ന എന്തിനാ? അടിസ്ഥാനം അറിയണം. ഈ ABCD ഒക്കെ അറിഞ്ഞ് 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ചെന്നിരിക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും. അല്ലാതെ നേരെ കൊണ്ട് 1ാം ക്ലാസ്സിൽ ഇരുത്തുമ്പോൾ അതിനൊന്നും മനസ്സിലാവില്ല, അടിസ്ഥാനമില്ല. അപ്പോൾ ആദ്യം അടിസ്ഥാനം കൊടുക്കണം. പുതിയ നിയമം എടുത്ത് പെട്ടെന്ന് വായിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും അറിയാൻ പറ്റില്ല. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ തുടങ്ങുമ്പോഴേ നമുക്കതിൻ്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞ് പുതിയ നിയമത്തിലോട്ട് പോകുമ്പോൾ ഇത് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ വേണം ബൈബിൾ വായിച്ച് പഠിക്കേണ്ടത്. ചട്ടി നന്നായിട്ട് ചൂടായി കേട്ടോ. അതായത് ഇനി ഞാൻ കിട്ടുന്ന സമയമെല്ലാം
ബൈബിളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പനുമായിട്ട് പിന്നെ കൂടുതൽ അറിയാൻ, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അറിയാൻ പറ്റി. വായിക്കും തോറും പിന്നെയും ഒരു ആകാംക്ഷ, അത് പിന്നെയും വായിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ബൈബിൾ വായിച്ച് ഇതാക്കി ഫുള്ളാക്കി ഞാൻ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര വായിച്ചാലും നമുക്ക് മതി വരാത്തൊരു ഇതാണ്. അത്രയ്ക്ക് എന്താ പറയുക, ആ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി, വല്ലാത്തൊരു ശക്തി, വല്ലാത്തൊരു സമാധാനം. നമ്മളെത്ര മനസ്സ് വിഷമിച്ചിരുന്നാലും, ആരൊക്കെ നമ്മളെ ആശ്വസിപ്പിച്ചാലും പക്ഷെ നമുക്കത് ഇതാവില്ല. പക്ഷെ ബൈബിൾ എടുത്തത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അതിലോട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് അതിൽ തരുന്നത്. ആ സമാധാനം ഒരു ഭയങ്കര ഒരു സമാധാനം ആർക്കും തരാൻ പറ്റില്ല മനുഷ്യർക്ക്. അത് അപ്പന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എടുക്കട്ടെ. അപ്പം കരിഞ്ഞു, അത് ആയിട്ടുണ്ട്. മോന് മാത്രം ഉണ്ടാക്കുന്നത്, ഞാൻ കഴിക്കാറില്ലല്ലോ, രാവിലെ ഒന്നും കഴിക്കില്ല. പിന്നെ ഇന്നലെ മീൻ ചാറുള്ളതുകൊണ്ട് ഒരു ദോശ കഴിച്ചതാണ്, വിശന്നിരുന്നതുകൊണ്ട്. അപ്പം ഇന്ന് പിന്നെ ഞാൻ ഇത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസ്. അപ്പം അത് ഒരു ഗ്ലാസ് കുടിക്കും, അതേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്കൊരു ഇച്ചിരി ചോറ് കഴിക്കും, അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബൈബിള് പഠിച്ചിങ്ങനെ തുടങ്ങിയതും. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫുള്ളും വായിച്ച് ഇങ്ങനെ കണ്ടിന്യൂ. എനിക്കത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഇപ്പോൾ ശ്വാസവും ജീവിതവും. ഞാൻ ആ കിടക്കയിൽ പിന്നെ എനിക്ക് അപ്പനെ തള്ളി പറഞ്ഞല്ലോ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ഇത് തന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പനെ ഒത്തിരി പറഞ്ഞു ഞാൻ. എന്തിനാ അപ്പ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അറിവില്ലായിരുന്നല്ലോ, അപ്പനെക്കുറിച്ച് അറിയില്ല. പിന്നെ ബൈബിൾ വായിച്ച് തുടങ്ങി, അപ്പനെ അറിയാൻ തുടങ്ങിയപ്പോൾ, സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധവും വിഷമവും ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ സോറി അറിവില്ലാതെ പറഞ്ഞതാണ്. എനിക്കിപ്പോൾ അപ്പനെ മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് മനസ്സിലായി അപ്പനെ എന്നോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് അപ്പനെ ഇപ്പോൾ അറിയാൻ പറ്റിയത്, സ്നേഹിക്കാൻ പറ്റിയത്. അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ചിന്തിച്ചു തന്നെ, ഞാൻ നടന്നുകൊണ്ടിരുന്നതില്ലേ, പെട്ടെന്ന് എനിക്കിങ്ങനെ എന്നെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അപ്പനോട് ചോദിച്ചു, എന്തിനാ എനിക്കിങ്ങനെ തന്നതെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് അപ്പൻ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കെന്തെങ്കിലും പലർക്കും പല രീതിയിൽ കൊടുക്കും. പലർക്കും പല വിഷമം കൊടുക്കും, കഷ്ടത കൊടുക്കും, വീട്ടിൽ പ്രശ്നങ്ങൾ കൊടുക്കും. പലർക്കും പല രീതിയിലാണ് കൊടുക്കുന്നത്. എനിക്ക് ഈ രീതിയിൽ. അപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ അപ്പനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അപ്പനുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുമാണ് എനിക്ക് ഇങ്ങനെ ഒരിത് തന്നത്. തന്നതുകൊണ്ടാണ് എൻ്റെ അപ്പനെ എനിക്ക് രുചിച്ചറിയാൻ പറ്റിയത്, എൻ്റെ അപ്പനെ ജീവന തുല്യം സ്നേഹിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്നേഹിക്കുക, എങ്ങനെ അപ്പനെ അറിയാൻ പറ്റും? നമ്മളെല്ലാവരും പള്ളിയിൽ പോകണമല്ലോ, അങ്ങ് പോവും, ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, അപ്പനറിയില്ല. അപ്പോൾ അപ്പൻ ആഗ്രഹിച്ച്, അപ്പൻ ചിലവരെ കണ്ടുവയ്ക്കും, അപ്പനെ ഇഷ്ടമുള്ളവരെ കണ്ടുവയ്ക്കും. ഇവളെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഇവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് മുന്നമേ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ കണ്ടതാണ്. അത് പിന്നീട് എൻ്റെ അപ്പൻ ഉള്ളിലിരുന്ന് പറയുക, നിന്നെ എനിക്ക് വേണം, നീ എൻ്റെ പ്രിയപ്പെട്ട മകളാണ്. അതായത് ആ ഡോക്ടർ, സർജറി ചെയ്ത ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞതാണ് ആ വാക്ക്. പുള്ളി ഹിന്ദുവാണ്, നായരാണ് പുള്ളി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകളാണെന്ന്. ആ ഡോക്ടർ ഇറങ്ങിയിട്ട് ഉടനെ പറഞ്ഞ, സർജറി കഴിഞ്ഞിട്ട് പുറത്ത് ആൾക്കാരൊക്കെ നിൽക്കുമായിരുന്നു, അവരോട് പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പം ആ ഡോക്ടറിനെ മനസ്സിലാകണമെങ്കിൽ ആ ഡോക്ടർ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കുറേ സംഭവമുണ്ട്. എന്നെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല, ആ ഡോക്ടർ എന്നെ ഏറ്റെടുത്ത ആൾ പോയി മാറിക്കളഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഈ പറഞ്ഞ ഡോക്ടറാണ് എന്നെ ഏറ്റെടുത്തത്. അങ്ങനെ കുറേ സംഭവമാണ്. അവിടെയൊക്കെ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. പല രീതിയിലും ബ്ലഡ് കൊടുക്കാനായിരുന്നാലും ഹോസ്പിറ്റലായിരുന്നാലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ ഞാനിങ്ങനെ പോകെ നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ, കുറേശ്ശെയായിട്ട് എനിക്കത് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവ പല രൂപത്തിലാണ്
പണ്ടുള്ളവർ പറയാറുണ്ട്, അത് സത്യമാണ് കേട്ടോ. യേശുവ പല മനുഷ്യരൂപത്തിലാണ് വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. യേശുവായിക്ക് നേരിട്ട് വരാൻ പറ്റില്ല. കാരണം അതിൻ്റെ കഥ ഞാൻ വേറെ പറഞ്ഞുതരാം. എനിക്ക് അറിവുള്ള കഥ അത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് യേശുവ മനുഷ്യരൂപത്തിൽ വരുന്നത്. ഓക്കെ, അതൊക്കെ ഞാൻ ഇനി കുറേശ്ശെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുവ ഇങ്ങനെ ഒരു എൻ്റെ ജീവിതാനുഭവം എനിക്കിങ്ങനെയൊക്കെ പറയണമെന്ന് യേശുവ മുന്നമേ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ പറയണം, നിങ്ങളുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും, ഇതൊക്കെ മുന്നമേ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. അപ്പം ഇത് അപ്പം കരിഞ്ഞു പോയി കേട്ടോ. അയ്യോ, കരിഞ്ഞു. വേണ്ട, വേറെ ഉണ്ടാക്കാം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അത് തീയും കുറച്ച് വെച്ചില്ലായിരുന്നു. പോട്ടെ, സാരമില്ല. അതിനൊരു 4 അപ്പം മതി. ബാക്കി നാളെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇറച്ചി എന്നെ ആയാന്ന് നോക്കാം. നമുക്ക് ഇറച്ചി എന്താ അടിപൊളിയായിട്ട് വരുവാണല്ലോ എൻ്റെ യേശുവാ. വാ, സൂപ്പർ. നോക്കിയേ എന്നാ രസവാ. നോക്കി കാണിച്ച് എന്നാ ഭംഗിയാ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ചാറ് വയ്ക്കില്ല, നല്ല ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്, ചാറില്ലാതെ. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുത്തൊന്ന് ഒഴിക്കണം. ചെറിയ ഉള്ളിയും ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പം ആയോ നോക്കട്ടെ, ഇനി അത് കരിഞ്ഞു പോകണ്ട. അപ്പം ആയിട്ടുണ്ടേ. മാറ്റിയിട്ട് ഇറച്ചിക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, ഇത് 4 അപ്പം അവന് മതിയാവും. 4 കഴിക്കുമോയെന്നറിയില്ല. 4 എണ്ണം ഉണ്ടാക്കി. ഇത് പാത്രം എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചൂട് പോവും. ലേശം എണ്ണ ഒഴിക്കാവേ. എണ്ണ, പിന്നെ ഉലുവ എന്തി, എണ്ണ ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ഉലുവ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ ഇതൊന്ന് പൊട്ടി തുടങ്ങി. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് നല്ല തോനെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഇട്ടായിരുന്നു ഞാൻ കറിവേപ്പില. ഓക്കെ, ഇതൊന്ന് മൂക്കട്ടെ. മൂത്തിട്ട് നമുക്ക് പതുക്കെ ഇവിടെ ചാരിയാണ് നിൽക്കുന്നത് കേട്ടോ.
8 സർജറിയാണ് കാലിന് കഴിഞ്ഞത്. റെസ്റ്റ് എടുത്തും ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ മടുത്തു ഞാൻ. മനസ്സിലായോ? എനിക്ക് കിടക്കാൻ മേല, എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് കിടക്കാൻ വയ്യ. എന്നും ഒരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ ആബ. അതുകൊണ്ട് എന്നെ കിടത്തില്ല. എത്ര വയ്യെങ്കിലും ഞാൻ എഴുന്നേറ്റ് പോവും, എഴുന്നേറ്റ് ജോലി ചെയ്യും, എഴുന്നേറ്റ് ഷോപ്പിൽ പോവും. രാത്രി 10 മണി വരെ ഇരിക്കും ഷോപ്പിൽ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കിടന്നു പോയാൽ അങ്ങ് കിടന്നു പോവും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മിനിയുടെ മനസ്സിൻ്റെ ധൈര്യമാണ് മിനീനെ ഇവിടെ കൊണ്ടത്. ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, ആ ധൈര്യം തന്നത് എൻ്റെ യേശുവായ. ഞാൻ ഇങ്ങനെയാണ് പറയുള്ളൂ. എൻ്റെ യേശുവയ്ക്കാണ് ക്രെഡിറ്റ് മൊത്തം പോയേണ്ടത്, എനിക്കല്ല. എൻ്റെ യേശുവ ഞാൻ ആ തളർന്ന മനസ്സൊക്കെ കൈവിട്ട് പോയി, എല്ലാ ആഗ്രഹങ്ങളും ഇതായപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ ഉള്ളിൽ പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കണം, ഈ കിടക്കയിൽ നിന്ന് എഴുന്നേക്കണം. അങ്ങനെയാണ് എനിക്ക് ആ ആയുധം എൻ്റെ കയ്യിൽ എൻ്റെ യേശുവ തന്നത്, ആ ബൈബിൾ. അതാണ് ഞാനിവിടം വരെ എത്തി. മനസ്സിലായോ? ജീവിക്കാനായിട്ടും പിന്നെ ആഗ്രഹങ്ങൾ, പിന്നെ അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ആര് വരാനാ? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചിന്ത എനിക്കില്ല. ആഗ്രഹം ഞാനതങ്ങ് വിട്ടായിരുന്നു. പക്ഷേ അതൊക്കെ മേലെയാണ് യേശുവ. നമ്മളൊന്ന് ചിന്തിക്കും, യേശുവ വേറെ ഒന്ന് ചിന്തിക്കും. നമ്മളെക്കുറിച്ച് ഒരുപാട് പദ്ധതി ഉണ്ടെന്നേ. അതുകൊണ്ട് ഈ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങളെക്കുറിച്ച് യേശുവായിക്കൊരു പദ്ധതിയുണ്ട് കേട്ടോ. അത് സമയമാകുമ്പോൾ നിങ്ങൾക്കത് തരും, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റും. കാരണം അതിനൊരു സാക്ഷിയാണ് ഞാൻ 100%. മൂത്ത് കേട്ടോ. അതുകൊണ്ടേ നമുക്കിത് ഒഴിക്കാവേ. എന്നാ മണമാണെന്നറിയോ? ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് എടുത്തപ്പോഴത്തേക്കേ. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ട്. അരച്ച് നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായി. ഇവിടെ വയ്ക്കാം. ഒക്കെ കുറച്ച് കാണുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, കാണുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാനിത് ആ ചേട്ടൻ ഉണ്ടാക്കുന്ന യൂട്യൂബിൽ കണ്ടിട്ടാണ് എനിക്കത് ഇഷ്ടമായി. അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. അത് ഈസിയാണ് കേട്ടോ. വലിയ മസാലയൊന്നും ഇതിന് വേണ്ട കേട്ടോ. ഉപ്പ് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. എന്നാ ടേസ്റ്റാണ്, എന്നാ രുചിയാണ്, എന്നാ മണമാണ്. കറി മസാല ഒന്നും ചേർത്തിട്ടില്ല. ആ മല്ലി മുളകിൻ്റെ മണമാണ്. എന്നാ ടേസ്റ്റാണ്. നല്ല മണം കേട്ടോ ഈ അടുക്കള മൊത്തം. ആ കടുക് വറുത്തതിൻ്റെ ഒഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ ഒരു മണം, ഉള്ളീൻ്റെ ഇതൊക്കെ. അയ്യോ അടിപൊളി കേട്ടോ. എന്തായിരുന്നാലും നിങ്ങൾ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായിരുന്നാലും എനിക്കിഷ്ടമായി. അടിപൊളി. എൻ്റെ യേശുവ നന്ദി ആബാ. എന്ത് ചെയ്താലും ഞാൻ എൻ്റെ യേശുവായിക്ക് നന്ദി പറയും. എൻ്റെ യേശുവായല്ലേ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഇങ്ങനെ ഇതിലോട്ടൊക്കെ ഇതാക്കുന്നതും. ഓരോ ഐഡിയ തരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഷോപ്പിലിരിക്കുമ്പോഴേക്കും ഓരോ ഐഡിയാസ് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ഐഡിയ ചെയ്യാറുണ്ട് മുമ്പൊക്കെ. അപ്പോൾ ഇത് മക്കൾക്ക് ചെയ്ത് കൊടുക്കും, പരീക്ഷണത്തിന് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവർ കൊള്ളാമെന്ന് പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒത്തിരി പേര് കഴിച്ചു, നല്ല പാചകമൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയും മുമ്പൊക്കെ. നല്ല കൈപ്പുണ്യം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പം പിന്നെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ഷോപ്പിൽ വരുന്നവർ പറയും, ചേച്ചി യൂട്യൂബ് തുടങ്ങാത്ത എന്ത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ ഇതിലോട്ട് വന്നിട്ട് 6 മാസം 6-7 മാസമാവും തോന്നുന്നു ആയിട്ട്. എല്ലാവരും എന്നെ പരിചയമായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നെ മറക്കരുത്. റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അങ്ങ് കിടക്കുക എൻ്റെ ജീവിത അനുഭവങ്ങൾ കേട്ടോ. ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചമാവുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാവും. എൻ്റെ ആബയ്ക്കും വലിയ സന്തോഷമാവും. ആബയ്ക്ക് നല്ല പദ്ധതി ഉണ്ടായിരിക്കും. അതായിരിക്കും എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയേണ്ട മനസ്സ് തന്നതും ആ ഒരു സാഹചര്യം ഇതൊക്കെ ഒരുക്കി തന്നത്. അപ്പം കുറേശ്ശെയായിട്ട് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഇത് കഥകൾ പറയാൻ, ജീവിതാനുഭവം ഇനിയും പറയാം. കുറേശ്ശേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഒത്തിരിയും വീഡിയോസ് ഇന്നലെ ഇട്ടത് തന്നെ ഒത്തിരിയും നീണ്ടുപോയി വീഡിയോസ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക്. അപ്പം കുറച്ച്
ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇതാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സാധനമാണ്. അപ്പം എന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ മറക്കരുത് കേട്ടോ. എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം ബായ്. അപ്പം നമുക്കിനി നാളെ കാണാം.